കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു മൃഗമുണ്ട്. ആരാണെന്ന് മനസ്സിലായോ? മരപ്പട്ടി. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴേ ആഘോഷം തുടങ്ങിയല്ലോ. ശരിക്കുമുള്ള ഫലങ്ങൾ വരട്ടെ, ഒന്ന് അടങ്ങിനിട എന്ന് പറയുന്നവരോട് ചുട്ട മറുപടികൾ നൽകി ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ചില പേജുകൾ. അക്കൂട്ടത്തിൽ പലരുടെയും പോസ്റ്റുകൾ തിരഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റർ കണ്ണുടക്കി. അത് മറ്റാരുടേതുമല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടേതാണ് ആ പോസ്റ്റ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയപ്പോഴേ മരപ്പട്ടിയുടെ പോസ്റ്റ് ഇട്ട് മൂപ്പർ ആഘോഷമാക്കിയെന്ന് പറയാമല്ലോ. പക്ഷെ കുറ്റം പറയരുതല്ലോ, ബോഡി ഷെയ്മിങ്ങും അല്ല. ഈ മരപ്പട്ടിക്ക് സൗന്ദര്യം ഒരല്പം കൂടിപ്പോയില്ലേ എന്നൊരു തോന്നൽ. ഇത്രയൊക്കെ വേണോ? ഇരിക്കട്ടെ അല്ലേ, ആഘോഷിക്കുമ്പോൾ എന്തിനാണ് കുറയ്ക്കുന്നത്? എന്തായാലും ഫിൽറ്റർ ഇട്ട നല്ല സുന്ദരൻ മരപ്പട്ടി. മന്ത്രി ബാലൻ പറഞ്ഞത് അറം പറ്റുമോ എന്നാണ് ആശങ്കയോടെ ഒരു വിരുദ്ധന്റെ ചോദ്യം. മറ്റൊരു രസകരമായ കമന്റ് ഈ സമയത്ത് ചോദിക്കാമോ എന്നറിയില്ല. ടർബോ സൂപ്പറാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിന് നടപ്പില്ല എന്നാണ് പലരുടെയും കമന്റ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. CPM-ന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാം പിച്ചി, നീരാളി പോലുള്ള ചിഹ്നങ്ങളാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക എന്ന മുന്നറിയിപ്പും അദ്ദേഹം നടത്തിയിരുന്നു. എക്സിറ്റ് പോൾ വന്നപ്പോൾ CPM-ന് കേരളത്തിൽ ദയനീയ പരാജയം സംഭവിക്കും എന്ന പ്രവചനത്തിന് പുറത്താണ് ഇപ്പോൾ മരപ്പട്ടി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നത്. ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും പറയുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു കമന്റ് ഇങ്ങനെയാണ്: മേ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ കി ശപത്ത് ലേത്താ ഹൂം. ഈ ഒരു ശബ്ദം കേൾക്കാനാണ് ഇനി കാത്തിരിപ്പ് മുഴുവനും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കമന്റിന്റെ താഴെ ഒരുപാട് ലൈക്സ് കിട്ടിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ തങ്ങൾക്ക് എതിരായിരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു. എക്സിറ്റ് പോളൊക്കെ CPM-ന് എതിരായിരിക്കും. കേരളത്തിൽ 20 സീറ്റുകളിലും UDF ആണ് എന്നും CPM-ന് 0 ആണെന്നും എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളും അങ്ങനെ ആയിപ്പോയി എന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അത്തരത്തിലൊരു അഭിപ്രായം ഉന്നയിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ CPM സർക്കാരിന്റെ ഭാഗമാകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ മുന്നണി വരട്ടെ, ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിലെ വാക്കുകളാണ് ഇത്. മന്ത്രിസ്ഥാനത്തിനായി ഇപ്പോഴേ കുപ്പായം തുന്നിവെക്കുന്നവരല്ല ഇടതുപക്ഷക്കാർ എന്നും പറഞ്ഞു. ശക്തമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് തങ്ങൾ നിർത്തിയിട്ടുള്ളത് എന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ ആക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതിനുള്ള ശേഷിയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഇടത് നേതാക്കളെല്ലാം. അതിന്റെ അർത്ഥം ഇവരെ നാളെ മന്ത്രിയാക്കണമെന്ന് ഇല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. LDF-ന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ BJP നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളും ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF-ഉം പ്രവചനം പാടെ തള്ളുകയാണ്. ഒരു സീറ്റും BJP-ക്ക് കിട്ടില്ല എന്നും യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകും എന്നുമാണ് LDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് BJP നേതാക്കൾ. 2 അക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും 3 ആയിരുന്നു പോളിംഗിന് ശേഷമുള്ള പാർട്ടി കണക്ക്. അത് ശരിവെച്ചാണ് ഫലങ്ങൾ എന്നും കേരളത്തിലെ BJP നേതൃത്വം വ്യക്തമാക്കുന്നു. BJP-ക്ക് 3 വരെ സീറ്റ് നേടാനാകും എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. LDF-നോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് BJP-ക്ക് കുറവ് എന്നാണ് പ്രവചനം. 15% നിന്ന് 27%ലേക്കുള്ള BJP-യുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നുണ്ട് എങ്കിലും BJP മുന്നേറ്റം പാടെ തള്ളുകയാണ് UDF. BJP-ക്ക് സാധ്യത പറഞ്ഞ സീറ്റിലെല്ലാം ജയിക്കും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കാം. ഒരു ദിവസം കഴിഞ്ഞ് എങ്ങനെയാണ് ഫലങ്ങൾ വരുന്നത് എന്ന് കാണാം. അന്നേരം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ആ ഒരു ഗ്യാപ്പിനിടയിൽ എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അത് അതിൻ്റെതായ മുറയ്ക്ക് വഴിക്ക് നടക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.